ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദുവാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ ഇറക്കിയതിനെക്കുറിച്ച്. അപ്പോൾ ഇന്ദു ഹെർബൽ ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സിന് പുതിയൊരു പ്രോഡക്റ്റ് വന്നിരിക്കുവാണ്. ദാറ്റ് ഈസ് ഇന്ദു ഹെയർ സിറം. ഓക്കെ, അപ്പം ഈ ഹെയർ സിറം ഒരു അമേസിങ് പ്രോഡക്റ്റാണ് ഞാൻ പറയും. കാരണം പണ്ട് കാലത്തുള്ള ആൾക്കാർ അവർ ഹെയർ സിറം ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. അവർ ജസ്റ്റ് ഓയിൽ യൂസ് ചെയ്തിരുന്നു. പിന്നെ അവർ മാസ്ക്, നല്ല നല്ല ഹെയർ മാസ്ക് അവർ യൂസ് ചെയ്തിരുന്നു. മെയിനായിട്ടും ഓയിൽ മസാജ് കൊടുത്തിരുന്നു. അത്രയൊക്കെ അവർ ചെയ്തിരുന്നുള്ളൂ. താളി ചേർത്ത് നല്ലോണം എണ്ണ പുരട്ടി മസാജ് ചെയ്തിട്ട് അവർ നല്ലൊരു താളി വെച്ചിട്ട് തലമുടി കഴുകുമായിരുന്നു. അത്രയും അവർ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഈ ഹെയർ സിറം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയണം എന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനോട് നമ്മളൊരു ഹെയർ സിറത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ബിക്കോസ് ഇന്നെല്ലാവരും ജോലിക്ക് പോകുന്നു, എല്ലാവരും ഭയങ്കര തിരക്കുള്ളവരാണ്. ഇന്ന് അവർക്കൊരു മാസ്ക് ഇടാനോ ചിലപ്പം ഓയിൽ മസാജിനോ എണ്ണയിട്ട് നടക്കാനോ ഒന്നും അവർക്ക് പറ്റില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഹെയർ സിറത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും നമ്മുടെ ഹെയർ സ്മൂത്തൻ ചെയ്യും. ഭയങ്കര ഫ്രിസി ആയിട്ട് കിടക്കുന്ന ആ ഒരു മുടിക്ക് ഒരു ഷൈനിങ് തരാൻ നല്ലതാണ്. നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് മുതൽ നല്ലൊരു സ്ട്രെങ്ത്ത് മുടിക്ക് തരാനായിട്ട് ഇത് സഹായിക്കും. അപ്പം നമ്മുടെ ഡള്ളായിട്ടുള്ള ഹെയർ, സ്പ്ലിറ്റൻസ് ആയിട്ടുള്ള ഹെയർ, ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിന് പെട്ടെന്നൊരു ജീവൻ വരണമെങ്കിൽ നമ്മുടെ ഹെയർ സിറം പുരട്ടിയാൽ മതി. കേട്ടോ. അപ്പം ഇത് ശരിക്കും സാധാരണ നമ്മൾ ഹെയർ സിറം ഒക്കെ കാണുന്നത് നമ്മളിപ്പോൾ ഒരു സലൂണിലോ ബ്യൂട്ടി പാർലറിലോ ഒക്കെ പോയി അവരൊന്ന് മുടി വെട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യാനായിരിക്കും അവർ ലാസ്റ്റ് ഒരു ഹെയർ സിറം പുരട്ടി അതിൻ്റെ പുറത്തൂടെ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് നല്ലോണം ഒന്ന് കോംബ് ചെയ്താണ് വിടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മുടി വെട്ടാൻ പോകുന്നവർ. ഞാൻ മുടി വെട്ടാറില്ല, ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല. ഞാൻ മുടി വെട്ടുന്നത് വീട്ടിൽ തന്നെയാണ്, ഞാൻ തന്നെയാണ് മുടി വെട്ടുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ മുടി വെട്ടാൻ പണ്ട് പോയിരുന്നപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അവരങ്ങനെ ചെയ്യുന്നത്, അല്ലേ? ഇന്ന് നമുക്ക് ഈ ഹെയർ സിറം നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. നമ്മളൊരു സലൂണിലോ ഒരു പാർലറിലോ നമ്മൾ പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് നിങ്ങൾ സാധാരണ ഒരു ഹെയർ സിറം നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്താണ്? ഈ മെയിനായിട്ടും ഹെയർ സിറം കണ്ടിട്ടുള്ളത് ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് പ്ലെയിൻ കളറിൽ, ഒരു ട്രാൻസ്പാരൻറ്റ് കളറിലായിട്ടും ഭയങ്കര ലൈറ്റ് ഇതായിട്ടായിരിക്കും കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മളിതിനകത്ത് ചേർത്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിതിനകത്ത് അലോവേറ ചേർത്തിട്ടുണ്ട്. അലോവേറ ഇതിൻ്റെ ബേസാണ്. അലോവേറയും നമ്മുടെ റോസ് പെറ്റൽസിൻ്റെ എക്സ്ട്രാക്റ്റും കാസ്റ്റർ ഓയിലൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര മുടിക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അലോവേറ ജെല്ലിന് നമുക്ക് സ്മൂത്തൻ ചെയ്യും, നമ്മുടെ സ്കാൽപ്പിലെ ഇറിറ്റേഷൻ മാറ്റും, അതിനൊരു ഹൈഡ്രേഷൻ കൊടുക്കും, മോയ്സ്ചറൈസേഷൻ കൊടുക്കും, നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ നമ്മുടെ എന്താ പറയുക, മുടി എപ്പോഴും നല്ലൊരു നമ്മുടെ മാനേജബിൾ ആയിട്ടുള്ളൊരു ഹെയറിൽ ആയിരിക്കും. പിന്നെ നമ്മളിതിനകത്ത് ഞാൻ പറഞ്ഞ റോസിൻ്റെ എക്സ്ട്രാക്ട്, റോസ് പെറ്റൽസിൻ്റെ എക്സ്ട്രാക്റ്റ്, ആ ജ്യൂസ് നമ്മളിതിനകത്ത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. റോസ് വാട്ടർ, ഈ റോസിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഡാൻഡ്രഫ് ഇച്ചിനെസ് എല്ലാം മാറ്റും, റിഫ്രഷ് ചെയ്യും, സ്കാൽപ്പിനെ ഹൈഡ്രേറ്റ് ചെയ്യും. പിന്നെ നമുക്കറിയാം നമ്മൾ ഇതിനകത്ത് റോസിൻ്റെ എക്സ്ട്രാക്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു നല്ല സ്മെല്ലായിരിക്കും. റോസിൻ്റെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഇതിനകത്ത് സ്മെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ആർഗൻ ഓയിൽ. ആർഗൻ ഓയിൽ നമുക്കറിയാം ഇറ്റ്സ് റിച്ച് ഇൻ വൈറ്റമിൻ ഇ ആൻഡ് ഫാറ്റി ആസിഡ്സ്. അതുപോലെ ആ ഫ്രഷ്നെസ്സും ഒരു എല്ലാം മാറ്റി നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊണ്ടുവരാനായിട്ട് ശരിക്കും ആർഗൻ ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ പുറത്തൊക്കെ വെയിൽ കൊള്ളാൻ പോകുമ്പോൾ നമുക്കിപ്പോൾ രാവിലെ ഞാനിപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യണേ, എപ്പോഴാണ് യൂസ് ചെയ്യണേ, അതൊക്കെ ഞാൻ പറയാം. നമ്മളിപ്പം കോളേജിലേക്കോ നമ്മൾ ഓഫീസിലോട്ടൊക്കെ പോകുമ്പം ജസ്റ്റ് നമ്മൾ ഭയങ്കര സൺലൈറ്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ ഹെയർ സിറം പുരട്ടിയിട്ട് പോകുമ്പം ആ സൺലൈറ്റിൽ നിന്നുള്ള ഡാമേജിൽ നിന്ന് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതൊരു സിൽക്കി ഷൈനിങ് തരും. അതുപോലെ അടുത്ത ഒരു മെയിൻ സാധനമാണ് ഞാൻ പറഞ്ഞത്, കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ട്. കാസ്റ്റർ ഓയിൽ നമുക്കറിയാം
പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോത്ത് ചെയ്യാൻ ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് കാസ്റ്റർ ഓയിൽ. അതുപോലെ നമ്മുടെ ഈ മുടിയുടെ സ്പ്ലിറ്റൻസില്ലേ, നമ്മുടെ അറ്റത്ത് വരുന്ന സ്പ്ലിറ്റൻസ് എല്ലാം അതെല്ലാം മാറ്റാനായിട്ട് ഈ കാസ്റ്റർ ഓയിൽ നമ്മളെ സഹായിക്കും. പിന്നെ ഹെയർ ബ്രേക്കേജ് അതെല്ലാം മാറ്റി നമ്മുടെ മുടിക്ക് നല്ല സ്ട്രെങ്ത്ത്, നല്ല തിക്കായിട്ട് സ്ട്രോങ് ആയിട്ട് മുടി വളരാനായിട്ട് സഹായിക്കും. പിന്നെ ചേർത്തിട്ടുള്ള ജോജോബ ഓയിൽ, നമുക്കറിയാം നമ്മുടെ ഫെയർനെസ് ആൻഡ് ആൻറ്റി ഏജിങ് ക്രീമിലും ഒരു കമ്പോണൻ്റാണ് ജോജോബ ഓയിൽ. ജോജോബ ഓയിൽ ഇസ് റിച്ച് ഇൻ വൈറ്റമിൻ ഇ, ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ കാര്യങ്ങളുണ്ട്. അതുപോലെ ഡാൻഡ്രഫിനെ അത് കൺട്രോൾ ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്യും, അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് കാസ്റ്റർ ഓയിലിനും ഉണ്ട്. അതുപോലെ അടുത്ത മെയിനായിട്ടുള്ളൊരു സാധനമാണ് ആൽമണ്ട് ഓയിൽ ഓർ ബദാം ഓയിൽ. നമുക്കറിയാം അത് നമ്മുടെ ആൻറ്റി ഏജിങ് ആൻഡ് ആൻറ്റി ഏജിങ് ആൻഡ് ഫെയർനെസ് ക്രീമിൽ നമ്മൾ ചേർത്തിട്ടുള്ളൊരു കാര്യമാണ് ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ നമ്മുടെ മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കും, മുടിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളരാൻ സഹായിക്കും, ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോത്തിനെ സഹായിക്കും. അതുപോലെ സ്കാൽപ്പിലുള്ള എല്ലാ ഇറിറ്റേഷൻസും മാറ്റി, സ്കാൽപ്പിലുള്ള എല്ലാ പ്രോബ്ലംസും മാറ്റി മുടി നല്ലതായിട്ട് വളരാൻ സഹായിക്കും. ഇത് മുടി നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. മുടിയുടെ എല്ലാ ഡാൻഡ്രഫ് ഇഷ്യൂ മാറ്റാനും ഈ ആൽമണ്ട് ഓയിൽ സഹായിക്കും. അപ്പം ആ മുടിയുടെ എലാസ്റ്റിസിറ്റി, നല്ല ഷൈനിങ് ആയിട്ട് നല്ല എലാസ്റ്റിസിറ്റി തരാനായിട്ട് ആൽമണ്ട് ഓയിൽ സഹായിക്കും. അതുപോലെ നീം ഓയിൽ നമുക്കറിയാം, മെയിനായിട്ടും നീം ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഡാൻഡ്രഫ് ഇഷ്യൂസാണ്. നമ്മൾ വേപ്പിലയുടെ ഇല, ഒരു സ്റ്റീം ലീവ്സ്, അതിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മുടെ ഷാമ്പൂവിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഷാമ്പൂ ഡാൻഡ്രഫിനും വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ പറയാൻ കാരണം ആ നീം ഓയിലും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് അഗെയിൻ ഒരു ഹെയറിനൊരു പ്രൊട്ടക്ഷൻ തരികയാണ് നീം ഓയിൽ. ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം ഈ നീം ഓയിലിനകത്ത് ഉണ്ട്. അതും ഹെൽത്തി സ്കാൽപ്പ് തരാനായിട്ട് അത് സഹായിക്കും. നമ്മുടെ ഈ സ്കാൽപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, സ്ട്രോങ് ആക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ അടുത്തത് റോസ്മേരി ഓയിലിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും ഇന്ന് ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറും അല്ലേ. അത് മുടിയുടെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കും. ഇന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് റോസ്മേരി വാട്ടറിനെ കുറിച്ചുള്ളത്. അത് ബ്ലഡ് സർക്കുലേഷൻ നല്ലതായിട്ട് നമ്മുടെ സ്കാൽപ്പിന് കൊണ്ടുവന്നിട്ട് മുടി നല്ലോണം സ്ട്രോങ് ആയിട്ട് വളരാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും, സ്പ്ലിറ്റൻസ്, മുടി കൊഴിച്ചിൽ, സ്കാൽപ്പിൽ ഇച്ചിങ്, വട്ടത്തിൽ മുടി പോകുന്നത്, നെറ്റിയിലൊക്കെ ഇങ്ങനെ മുടി കയറുന്നത്, ഇങ്ങനെ മുടി പോവുക, നെറ്റി കയറുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയൊക്കെ ഉള്ളതിന് ഏറ്റവും ഗുണമായിട്ടുള്ളൊരു കാര്യമാണ് റോസ്മേരി വാട്ടർ. അതുപോലെ വൈറ്റമിൻ ഇ ഓയിൽ, അതൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് ഞാൻ പറയും. ഇറ്റ് പ്രിവെൻറ്റ്സ് ഓക്സിഡേറ്റീവ് ഡാമേജ് ടു ഹെയർ. നമ്മൾ സൺലൈറ്റ് അടിച്ച് ശക്തമായി നമ്മൾ എന്തെങ്കിലും ഇപ്പം ഇന്ന് മെയിനായിട്ട് നമുക്ക് യൂത്ത്സിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, എന്താ പറയുക, അവർ ഇത് ചെയ്യും, സ്പാ ചെയ്യും, മുടി സ്ട്രൈറ്റൻ ചെയ്യും, കേളി ഹെയർ സ്ട്രൈറ്റൻ ചെയ്തവർ കേളിയാക്കി തീർക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അതിൽ നിന്നൊക്കെ കുറച്ച് ഹെയറിന് ഡാമേജ് ഉണ്ടാവും. ആ ഹെയർ ഡാമേജ് മാറ്റുവാനായിട്ട് ഇത് സഹായിക്കും, നമ്മുടെ ഹെയർ സെറം സഹായിക്കും. സോ ഇത് ആ മോയ്സ്ചറൈസറും ആ ഹെയറിൻ്റെ ഷൈനിങ്ങും എലാസ്റ്റിറ്റിയും കീപ്പ് ചെയ്യാനായിട്ടും ഈ വൈറ്റമിൻ ഇ സഹായിക്കും. സ്ട്രെച്ചിങ് വൈറ്റമിൻ ഇ തന്നെയാണ്, അതിനകത്ത് എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പം ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് പ്രൊമോട്ട്സ് സ്ട്രോങ് ഹെൽത്തി ഹെയർ ഗ്രോത്ത് കൊണ്ടുവരും. ഇറ്റ്സ് ഫ്രിസി ആൻഡ് ഇങ്ങനെ ചകിരി പോലെ കിടക്കുന്ന മുടി നമ്മൾ പറയാറില്ല, അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ ഹെയർ സിറം. അതുപോലെ മുടി എന്താ പറയുക, വളരുന്നില്ല, മുടി ഇങ്ങനെ എന്താ പറയുക ടാങ്കിൾ ചെയ്ത് നല്ലോണം കെയർ കൊടുക്കാതെ നശിച്ചു പോവുക. ആ ഡാമേജ് ഹെയറിനെ തിരിച്ച് നമുക്ക് ആ പ്രോപ്പർ സ്ട്രോങ് എലാസ്റ്റിസിറ്റി ഉള്ള നല്ലൊരു ഷൈനിങ് ഹെയറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഹെയർ സെറം സഹായിക്കും. അതുപോലെ ഇത് നമ്മുടെ സ്കാൽപ്പിനെ എപ്പോഴും നറിഷ് ചെയ്ത് വെക്കും, നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഈ ഹെയർ സെറം കൊണ്ടുവരും. അതുപോലെ ഡ്രൈനെസ്സും സ്പ്ലിറ്റൻസും എല്ലാം എടുത്തു മാറ്റും. ഇറ്റ്സ് ആഡ്സ് നാച്ചുറൽ ഷൈൻ. നമ്മൾ മുടി നോക്കുമ്പോൾ അറിയാം, ഞാനിപ്പോൾ നിങ്ങൾക്ക് പുറത്ത് കാണിച്ചു തരാം, ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം നിങ്ങളുടെ വീഡിയോയിലാണ് ഫസ്റ്റായിട്ട് അത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് നിങ്ങളുടെ ഉള്ള
ക്വസ്റ്റ്യൻസ് വരുമല്ലോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ള ഷൈനിങ് സ്മൂത്ത്നെസ് ഇതിനകത്ത് കൊണ്ടുവരും. ഇറ്റ് സൂത്തസ് ഇച്ചി സ്കാൽപ്പിലുള്ള ഇച്ചിനെസ്സും ഇറിറ്റേഷൻസ് എല്ലാം മാറ്റും. അതുപോലെ നോൺ ഗ്രീസി ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ്. ഞാനത് തുറന്ന് കാണിക്കാം. ഇത് നമ്മൾ എടുക്കുമ്പം ഞാൻ തേക്കുമ്പോൾ കാണിക്കാം. നമുക്കൊരു ലൈറ്റ് വെയ്റ്റ് ആണ്. കണ്ടോ, ലൈറ്റ് വെയ്റ്റ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിനൊരു ഓയിലി ഇത് വരുന്നില്ല. നമുക്കിപ്പോൾ ഓയിൽ തേക്കാൻ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളോട് നമ്മൾ ചോദിച്ചാൽ അവർക്ക് ഓയിൽ തേക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഹെയർ സിറം. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് ആർഗൻ ഓയിൽ, ജോജോബ ഓയിൽ, കാസ്റ്റർ ഓയിൽ, നീം ഓയിൽ, ഫെഡുബ്രിക് ഓയിൽ, എന്താ പറയുക, നമ്മുടെ റോസ്മേരി ഓയിൽ, വൈറ്റമിൻ ഇ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബദാം ഓയിൽ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സിറമാണിത്. സോ എല്ലാ ഹെയർ ടൈപ്സിനും നല്ലതാണ്. ഇനി ഓരോരുത്തരും ക്വസ്റ്റ്യൻ ചെയ്ത് എൻ്റെ അടുത്ത് ചോദിക്കില്ല, ചേച്ചി എൻ്റെ ഹെയർ ടൈപ്പ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുമോ? എല്ലാ ഓയിലി ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക്, സ്കാൽപ്പ് ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് മുടി ഭയങ്കര ഹാംഫുള്ളായിട്ട് ആ മുടിയെ അഫക്റ്റ് ചെയ്ത് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിന് ഏറ്റവും നല്ലൊരു ഫെയർ സിറമാണിത്. അതുപോലെ ഇത് സേഫാണ്, ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല. ഓക്കെ, നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മുടിക്ക് എൻ്റെ പ്രോഡക്റ്റ്സ് അല്ലേ, ഹിന്ദു ഹെർബൽ ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ ഒരു പ്രോഡക്റ്റ് പോലും ഇന്ന് വരെ യൂസ് ചെയ്തിട്ട് ഒരു ക്ലയൻറ്റ് പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കിത് ഇന്ന പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഞങ്ങൾക്കത് സ്യൂട്ടായില്ല, അല്ലെങ്കിൽ അത് വർക്കായില്ല എന്നാരും പറഞ്ഞിട്ടില്ല. കാരണം ഇതിനകത്ത് മുഴുവൻ ഹെർബൽ പ്രോഡക്ട്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓയിൽസ് എല്ലാം നാച്ചുറലാണ്. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഓയിൽസാണ്. നമ്മുടെ റോസ്മേരി ഓയിലുണ്ട്, നമ്മുടെ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്ന ലാവൻഡർ ഓയിലുണ്ട്. സോ ദാറ്റ് ലാവൻഡർ ഓയിൽ വിൽ ഹെൽപ്സ് യു ടു ഗെറ്റ് എ ഗുഡ് സ്ലീപ്പ് ഓൾസോ. റോസ്മേരി ഓയിലും നമ്മുടെ സ്ലീപ്പിനെ സഹായിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു കൂളിംഗ് തരുന്ന കാര്യങ്ങളാണ് ഈ കാസ്റ്റർ ഓയിൽ, റോസ്മേരി ഓയിൽ, ലാവൻഡർ ഓയിൽ എല്ലാം. ഓക്കെ, ബദാം ഓയിൽ എല്ലാം. സോ ഞാനിനി ഇത് എങ്ങനെയാണിത് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് തീർന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടല്ലോ എൻ്റെ ടെക്സ്ചർ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സ്റ്റിക്കി അല്ല. ഇതൊരു എന്താ പറയുക, നല്ല സൂത്തിങ് ആയിട്ടുള്ള, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ഒരു സിറമാണിത്. നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഈ കളറായിരിക്കുന്നതെന്ന്. ഇത് നമ്മൾ ബേസ് നമ്മുടെ അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ലും ബദാം ഓയിലും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട്, കാസ്റ്റർ ഓയിലൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മളിത് ആക്ച്വലി ഒരു 1 to 2 ഡ്രോപ്സ് അല്ലെങ്കിൽ മാക്സിമം 4 ഡ്രോപ്സ് മാത്രമേ ഒരു പ്രാവശ്യം നമ്മളത് യൂസ് ചെയ്യാവുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചേച്ചി ഇത് സ്കാപ്പിൽ മാത്രമേ തേക്കാവുള്ളൂ, മുടിയിൽ തേക്കാൻ പറ്റത്തില്ലേ? ഞാൻ പലരുടെയും മുടി കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര കേളി ഹെയറാണ്, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ, അങ്ങനെ കോളേജിൽ സ്കൂളിലോ അങ്ങനെ പോവുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ ഇത് കുറച്ചെടുക്കുക. 2 to 3 ഡ്രോപ്സ് അത്രയും മതിയാവും. ബിക്കോസ് അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു ഓയിലാണിത്. എടുക്കുക, സ്കാൽപ്പിൽ തേച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എങ്കിലും നല്ലൊരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തിട്ട് നമ്മളങ്ങ് വിട്ടേക്കുക. ചിലർ ചോദിക്കുക, ഇനി ഇത് ഇട്ടിട്ട് വാഷ് ചെയ്യാമോ? വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്തോ, പക്ഷേ ഇത് മുടി കിടന്നെന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. കാരണം ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല. പിന്നെ അതൊരു ഓയിലി സ്റ്റിക്കി ഫീലിംഗ് നമുക്ക് വരുന്നില്ലല്ലോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണു. ഇനി ഞാൻ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയർ സിറം അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കാണാം. അത് നിങ്ങൾ ഒരു 3 ഇഞ്ചിൻ്റെ മുടി കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. കാണാമോ? ഓക്കെ, ഓക്കെ. അപ്പം എങ്ങനെയാണ് നമുക്ക് ഹെയർ സിറം പുരട്ടുന്നത് നോക്കാം. എടുക്കുക, 1 ഡ്രോപ്പ്, 2 ഡ്രോപ്പ് മതി, ഇത്രയും മതി. ഇത് നമ്മൾ സ്കാൽപ്പിൽ മാത്രമാണ് നമ്മൾ തേക്കണേൽ ഇത്രയും എടുത്താൽ മതി. എടുക്കുക, നല്ലോണം ഇങ്ങനെ തേക്കുക.
നല്ലോണം മസാജ് ചെയ്യുക. ഓക്കെ, ബാക്കിൽ ഫ്രണ്ടിൽ ഒക്കെ ആയിട്ട് നല്ലോണം മസാജ് ചെയ്യുക. കണ്ടല്ലോ, അതിനൊരു ഓയിലി ഇതെല്ലാം നമ്മുടെ മുടി നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കും. കണ്ടല്ലോ. ഇനി ടിക്ക് ഓക്കെ, മുടിയുടെ ഇവിടെയും തേക്കണമെന്നുള്ള, സ്കാൽപ്പ് മാത്രമല്ല ഇവിടെയും തേക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് കൂടെ എടുക്കുക. നമ്മളിപ്പോൾ ഒരു ഫങ്ഷനോ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ കണ്ടോ, ഒരു ഡ്രോപ്പ് എടുക്കുക. അഗെയിൻ നല്ലോണം റബ്ബ് ചെയ്യുക. കണ്ടോ, നല്ല മണമാണ് കേട്ടോ. ആ റോസിൻ്റെ പെറ്റൽസിൻ്റെ ജ്യൂസ് ഞാനിതിനകത്ത് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല മണമാണ്. കണ്ടല്ലോ എൻ്റെ മുടി, കണ്ടോ, നല്ലൊരു മണമാണ് ഇതിനുള്ളത്. നമുക്ക് എങ്ങനെയൊക്കെ ഒരു ഫങ്ഷനോ ഒരു പാർട്ടിക്കോ അല്ല, നമുക്ക് എങ്ങനെയെങ്കിലും പോവുകയാണെങ്കിൽ നല്ലൊരു ഫ്രാഗ്രൻസും ആയിരിക്കും, നമുക്കൊരു നല്ലൊരു ഫ്രഷി ഫീലിംഗ് ആയിരിക്കും. ഇപ്പം നമ്മൾ പാക്കൊക്കെ ഇട്ടിട്ട് മുടിക്കിപ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും. കണ്ടല്ലോ എൻ്റെ മുടി, ഫ്രണ്ടിലോട്ടിട്ട് കാണിക്കാം. കണ്ടോ, ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ഇതിൻ്റെ റേറ്റ് പറയണേ 450 റുപ്പീസാണ്. 450 + 50 കൊറിയർ ചാർജ്. ഔട്ട്സൈഡ് കേരള ഇറ്റ് ഇസ് 100 റുപ്പീസ്. ഓക്കെ, അപ്പം ഇനി ഇതിനെക്കുറിച്ച് ഒരു ഡൗട്ടും ഇല്ലല്ലോ. മുടി പെട്ടെന്ന് വളരാൻ നമ്മൾ ഓയിൽ തേക്കുമ്പോൾ എന്തായാലും ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 1 to 2 months ഒരു പെട്ടെന്ന് മുടിക്ക് ആ ഒരു ഇത് വരാനായിട്ട്, അത് പെൻട്രേറ്റ് ചെയ്ത് കയറും. ഇത് ആക്ച്വലി ഡയറക്റ്റായിട്ട് ആ മുടി അങ്ങ് അബ്സർവ് ചെയ്യുവാണ്. മുടിക്ക് പെട്ടെന്ന് ഒരു ഗ്രോത്ത് നമുക്ക് കിട്ടും, ഫാസ്റ്റായിട്ടുള്ള ഹെയർ ഗ്രോത്ത് കിട്ടും. കാരണം നമ്മളതിനകത്ത് ചേർത്തിരിക്കുന്നത് അത്രയും ഞാൻ പറഞ്ഞല്ലോ, ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറഞ്ഞു. ബദാം ഓയിൽ, ജോജോബ ഓയിൽ, ആർഗൻ ഓയിൽ, നീം ഓയിൽ, ഫെണിഗ്രിക് ഓയിൽ എല്ലാമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്, റോസ്മേരി ഓയിൽ. അപ്പോൾ അത്രയും നല്ല ശക്തമായിട്ട് ഫാസ്റ്റായിട്ടൊരു ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. സോ കമോൺ, നമ്മുടെ ഹെയറിന് ഓയിൽ കൊണ്ട് മാത്രമല്ല, നമുക്കൊരു ഹെയർ സിറം കൊണ്ട് നമ്മുടെ മുടിയെ നല്ല ഷൈനിങ് ആയിട്ട് നല്ലൊരു ഷൈനിങ് നമ്മുടെ മുടിക്ക് കിട്ടും. നിങ്ങൾ നോക്കിക്കേ, ഞാൻ എടുത്ത് കാണിച്ചു തരാം. നല്ലൊരു ഷൈനിങ് ഇല്ലേ തേച്ച് കഴിഞ്ഞപ്പം? ഓക്കെ ഓക്കെ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാം. അതിൻ്റെ സ്റ്റിക്കർ 2 ദിവസത്തിനുള്ളിൽ വരും. അത് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുവാണ്. റേറ്റ് 450 ആണ്. ഇപ്പോൾ അതിൻ്റെ ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞു. ഈസ്റ്റർ വരെ ആയിരുന്നു നമ്മുടെ ഓഫേഴ്സ് എല്ലാം. ബാക്കി എല്ലാ ഓഫേഴ്സും കഴിഞ്ഞു. ബട്ട് ഈവൻ ദെൻ 3 or more പ്രോഡക്ട്സ് വാങ്ങിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ഞാൻ തരുന്നതായിരിക്കും. ഇന്നലെ 2 ദിവസം മുന്നേ ഒരു സിസ്റ്റർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 or 7 പ്രോഡക്റ്റ് ഓർഡർ ചെയ്തായിരുന്നു. ഞാൻ അവർക്ക് നല്ലൊരു ഡിസ്കൗണ്ടും കൊടുത്തു. ലിപ് ബാം ഫ്രീ ആയിട്ട് കൊടുത്തു. ലിപ് ബാം ഇനി ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അത് ഫസ്റ്റ് ഓഫ് ദിസ് നെക്സ്റ്റ് മന്ത് മെയ് അത് പുറത്ത് വരും. സോ ലിപ് ബാമും സ്റ്റോക്കിൽ വരും. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ സ്റ്റോക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് ഏത് പ്രോഡക്റ്റ്, നമുക്കിപ്പം നോർമലി 8 പ്രോഡക്റ്റ് ഉണ്ട്. 8 പ്രോഡക്റ്റും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. സോ ഓഫേഴ്സും ഡിസ്കൗണ്ടും എല്ലാം മാക്സിമം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് കിട്ടും. എൻ്റെ കസ്റ്റമേഴ്സിനും എൻ്റെ ക്ലയൻസിനും എല്ലാം എൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ച് നല്ലതായിട്ടുള്ളൊരു ജെനുവിനായിട്ടുള്ള റെസ്പോൺസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ എൻകറേജ്മെൻറ്റ്, വീണ്ടും വീണ്ടും പുതിയ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ആൾ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ആൻഡ് ഹാപ്പി. ഐ എം ഓൾസോ praying for you. You also pray for me and my family. So may God bless you. I'll see you in another video. Please do like, comment, share and subscribe my channel and support me. Also share this channel link to your friends also. Bye bye.